ഹായ് ഫ്രണ്ട്സ്, സ്നേഹാനഹ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്ക് നൈറ്റിയുടെ തുണി കൊണ്ട് ഒരു ചുരിദാർ ഫ്രോക്ക് പോലത്തെയാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഉടുപ്പിൻ്റെ ഇപ്പുറ ഭാഗം ഓപ്പൺ ഭാഗമാണ്, പിന്നെ ഈ വശം അടഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അപ്പം നമ്മളിങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദ്യം തന്നെ തുണിയുടെ ഫുള്ള് ഇറക്കം നമ്മൾ എടുക്കണം. അപ്പോൾ ഇവിടെ ഫുൾ ലെങ്ത് എനിക്ക് വേണ്ടത് 42 ഇഞ്ചാണ്. അപ്പോൾ 42 ഇഞ്ചിൽ ഞാനിവിടെ എങ്ങോട്ട് അറ്റം വരെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 42 ഇഞ്ചിൽ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഷോൾഡർ എടുക്കണം. ഷോൾഡർ 7.75 ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ വെച്ച് ഷോൾഡർ 7.75 ഷോൾഡർ നമ്മളിവിടെ അടയാളപ്പെടുത്തി. പിന്നെ നമ്മുടെ നെക്ക് വിഡ്ത്ത് 3.25 നമുക്ക് നെക്ക് വിഡ്ത്ത് വേണ്ടത്. അപ്പം നമ്മൾ ഇവിടുന്ന് നിന്ന് 3.25 നെക്ക് വിഡ്ത്തും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കഴുത്തിറക്കം വേണ്ടത് 4.5 ഇഞ്ചിലാണ് നമുക്ക് കഴുത്തിറക്കം വേണ്ടത്. അപ്പം 4.5 ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി ഇങ്ങോട്ട് വരച്ച് ഇതൊരു പെട്ടി പോലെ ബോക്സ് പോലെ ആക്കാം. അതിനുശേഷം നമ്മളതിന് ഷേപ്പ് വരച്ചു കൊടുക്കുക. റൗണ്ട് ഷേപ്പിലാണ് ഞാൻ കഴുത്തെടുത്തിരിക്കുന്നത്, ബാക്ക് കഴുത്തെടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ഷോൾഡർ 7.25 എടുത്തോളിൽ നിന്ന് നമുക്ക് ആം ഹോള് 7.5 തന്നെ ആം ഹോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആം ഹോൾ ഇങ്ങനെ വരയ്ക്കുക. അതിന് ശേഷം നമ്മൾ ചെസ്റ്റ് എടുത്തേക്കണത് ചെസ്റ്റ് 50 സൈസിൻ്റെയാണ്. അപ്പോൾ ചെസ്റ്റ് 50 നമ്മൾ 4 ഒരു ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ 13 ചെസ്റ്റ് സൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 13 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു 1.5 ഇഞ്ചിൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഫ്രണ്ട് ആം ഹോളിനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഷേപ്പ് അടി വരെ നമ്മൾ ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ അളവുകൾ. ഇനി നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മുകളിൽ നിന്ന് നമ്മുടെ ഇറക്കം 42 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ളൊരു പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഈ മാറ്റി വയ്ക്കുന്ന പീസ് ഒരു 5 ഇഞ്ചിലാണ് നമുക്കത് അടിയിലേക്ക് ഫ്രില്ല് ഞൊറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 5 ഇഞ്ചിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നമ്മൾ ഈ അടിയിൽ നിന്ന് ഈ പീസ് നമ്മൾ മാറ്റി വയ്ക്കാം. പിന്നീട് നമ്മുടെ കൈക്കുഴി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ പീസും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടുന്ന് ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പീസും നമ്മൾ മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഫ്രണ്ട് കഴുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് ബാക്ക് കഴുത്ത് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബാക്ക് കഴുത്തും മാറ്റി വയ്ക്കാൻ മുന്നേ ഷോൾഡറും നമ്മൾ രണ്ടായി സെപ്പറേറ്റ് ആക്കണം. നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് ആക്കണം. അതിനുശേഷം നമ്മൾ ബാക്ക് കഴുത്ത് വെട്ടി, ബാക്ക് കഴുത്തിൻ്റെ പീസും നമ്മൾ മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ കഴുത്തിറക്കും. ഫ്രണ്ട് പോർഷൻ്റെ കഴുത്തിറക്കം നമ്മൾ എടുത്തിരിക്കുന്നത് 4.25 ഇഞ്ചിലാണ് ഫ്രണ്ട് നെക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്കും അടയാളപ്പെടുത്തി ഞാനിങ്ങനെ ഒരു ഷേപ്പിലാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തേക്കണത്. അപ്പം നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റി. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ. ഇനി അപ്പം നമ്മുടെ ബാക്ക് പോർഷനും കട്ടിങ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ബാക്ക് പോർഷനും മാറ്റി വയ്ക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനാണ്. നമ്മുടെ ഫ്രണ്ട് പോർഷനും കട്ടിങ് കഴിഞ്ഞു. നമ്മളത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ ഇനി ഈ പീസ് നമ്മുടെ അടിയിൽ താഴെ ഭാഗത്ത് ഞൊറിയിട്ടിട്ട് തയ്ക്കേണ്ട പീസാണത്. അതാണ് നമ്മുടെ ഈ പീസ്. അപ്പം നമുക്ക് ഈ പീസും മാറ്റി വയ്ക്കാം. കൈയുടെ ഇറക്കം ഞാൻ കൈയിറക്കം എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിലാണ്. 6.25 ഇഞ്ചിലാണ് നമ്മൾ കൈയിറക്കം എടുത്തിരിക്കുന്നത്. കൈയുടെ പുഴക്കം ഞാൻ എടുത്തിരിക്കുന്നത് 9 ഇഞ്ചിലാണ് കൈയുടെ പുഴക്കം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൈയുടെ
ഹോൾ റൗണ്ട് കിട്ടേണ്ടത് 12 ഇഞ്ച്. ഞാൻ കൈ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞു. കയ്യിലുള്ള അളവിലാണ് ഞാനത് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.